മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് 2 സെക്ഷൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൻ്റെ സമ്മറിയും എന്നാൽ അതിൽ എത്ര വെറൈറ്റി പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ചാൽ ആ വെറൈറ്റി പ്രോബ്ലംസുമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് റീസണിങ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണുള്ളത്. ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ ജനറൽ കണ്ടീഷനിൽ നിന്ന് പ്രൂവ് ചെയ്ത് ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ എത്തുന്നതിനെ പറയുന്നതാണ് ഡിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും നമ്മളത് പറഞ്ഞ് ജനറൽ കണ്ടീഷനിലേക്ക് എത്തുന്നതിനെ പറയുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. ഫസ്റ്റ് നമുക്ക് എന്താ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആയിട്ടുള്ള n=1 എന്ന് പറയുന്ന പോയിന്റ് എടുക്കും. ആ പോയിന്റിൽ ട്രൂ ആണെങ്കിൽ നമ്മൾ പിന്നെ മൂവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നില്ല അല്ലേ. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ എത്ര പ്രൊസീജിയേഴ്സ് ആണ് ഉള്ളത്? ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് P(n) എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് ലെറ്റ് n=1 nth ടേമിൽ 1 കൊടുക്കണം. nth ടേമിൽ 1 കൊടുത്താൽ നമുക്ക് ആ 1 ട്രൂ ആണെങ്കിൽ വിച്ച് ഈസ് ട്രൂ, P(1) ഈസ് ട്രൂ എന്ന് എഴുതുക. പിന്നെ നമ്മൾ അസ്യൂം ചെയ്യണം. ലെറ്റ് us assume that n=k. k ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് n എവിടെയുണ്ടോ അവിടെയെല്ലാം k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ k+1 ട്രൂ ആകുമോ എന്ന് ചെക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? വി ഷാൽ പ്രൂവ് ദാറ്റ് P(n) ഈസ് ട്രൂ ഫോർ n=k+1. അപ്പോൾ നമ്മൾ k+1 എടുത്ത്, അപ്പോൾ n എവിടെയുണ്ടോ അവിടെ n-ൻ്റെ സ്ഥാനത്തെല്ലാം നമ്മൾ പ്രൂവ് ചെയ്ത് നമ്മുടെ കണ്ടീഷൻസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ k+1 കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ നോക്കി അറിയാൻ പറ്റും. ഇന്ന പോലെ തന്നെ ഇപ്പം n×n+1 ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആൻസർ ഇവിടെ എന്ത് വരും? k+1 × k+2/2. കണ്ടോ, ഇതാണ് n-ൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ k+1 ട്രൂ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ഥലത്തെല്ലാം നമ്മൾ k എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ k+1 ഇവിടെ k+1, ഈ k+1+1 ദാറ്റ് മീൻസ് k+1 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എത്ര വെറൈറ്റി പ്രോബ്ലംസാണ് ഉള്ളത്? 3 വെറൈറ്റി പ്രോബ്ലംസ് ആണുള്ളത്. ഒന്ന് സമ്മിൻ്റെ പ്രോബ്ലംസ്, ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോബ്ലംസ്, ഒന്ന് ഇനീക്വാളിറ്റിയുടെ പ്രോബ്ലംസ്. അപ്പോൾ ആ 3 വെറൈറ്റി പ്രോബ്ലംസും ഇതിൽ 2 മെയിനായിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട്. അത് 2 ഓരോ സെക്ഷൻ ആയിട്ട് ഞാൻ ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 3-ൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഓരോ ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യനും സെയിം മോഡലാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് എടുക്കുക. ഈ തന്നിരിക്കുന്നത് പ്രൂവ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ P(n) എന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റിന് കൊടുത്തു. P(n) ഓക്കെ, ഫസ്റ്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയണമെങ്കിൽ ലെറ്റ് n=1 കൊടുക്കുകയാണ്. അപ്പോൾ n=1 കൊടുത്താൽ ഇതിവിടെ നോക്കൂ, 1+2. ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു. 2+1/1-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ നോക്കാം, 1+1 എന്ന് പറഞ്ഞാൽ 2. കണ്ടോ, 2-ൻ്റെ സ്ക്വയർ. ഇവിടെ 1+ ഇവിടെ എന്ത് വന്നു? 3/1. ദാറ്റ് മീൻസ് ഇവിടെ എന്താ വന്നേക്കണേ? 4 ആണ് വന്നിരിക്കുന്നത്. അതായത് 2-ൻ്റെ സ്ക്വയർ. ഇവിടെ എന്ത് വന്നു? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വിച്ച് ഈസ് ട്രൂ, P(1) ഈസ് ട്രൂ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞു. അതായത് n=1 എന്ന് പ്രൂവ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലെറ്റ് us assume that n=k. n-ന് k കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ P(k) എന്ന് കൊടുത്തു. അതായത് 1+3/1, 1+5/4, 1+7/9 etc. +1+2k+1/k² ദാറ്റ് ഈസ് ഈക്വൽ ടു k+1 സ്ക്വയർ. ഇതാണ് അണ്ടർലൈൻ ചെയ്തു. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. നമ്മൾ ലീഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോവേണ്ടത്. ഇനി വി ഷാൽ പ്രൂവ് ദാറ്റ് P(n) ഈസ് ട്രൂ ഫോർ n=k+1. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നാൽ k+1 നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതായത് P(k+1) കൊടുക്കുക. 1+3/1, 1+5/4 etc. 1+ ഇവിടെ 2k+1/k² ഇവിടെ കൊടുത്തു. ഇനി ഇൻറ്റു 1+ ഇവിടെ എന്ത് ചെയ്യുന്നു? 2 × k+1
പ്ലസ് 1 ബൈ കെ പ്ലസ് 1ൻ്റെ സ്ക്വയർ ഇവിടെ വരെ കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി കിട്ടുന്നത് ഇങ്ങനെയാണെങ്കിൽ കെ പ്ലസ് 1 ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്താണ് വരേണ്ടത്? കെ പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് മീൻസ് കെ പ്ലസ് 2 സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, കെ പ്ലസ് 2ൻ്റെ സ്ക്വയർ ആണ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ള വാല്യൂ ആണ് കെ പ്ലസ് 1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ നിന്ന് ഇവിടം വരെ 1 പ്ലസ് 2k പ്ലസ് 1 പ്ലസ് 1 ബൈ കെ പ്ലസ് 1ൻ്റെ സ്ക്വയർ. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതും കൂടി കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ LCM പോലെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം, ഇവനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കെ പ്ലസ് 1ൻ്റെ സ്ക്വയർ ഇൻറ്റു ഇവിടെ കെ പ്ലസ് 1 സ്ക്വയർ പ്ലസ് ഇവിടുന്ന് 2k പ്ലസ് 2 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1ൻ്റെ സ്ക്വയർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ കെ പ്ലസ് 1ൻ്റെ സ്ക്വയറും ഇവനും ഇവിടും കൂടി കട്ട് ചെയ്ത് പോയി. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. അതായത് കെ പ്ലസ് 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. ഇനി ഇവിടെ എന്താ വന്നേ? പ്ലസ് 2k, ഇവിടെ എന്ത് വന്നു? പ്ലസ് 3. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു നമുക്കിവിടെ നിന്ന് എന്താ വന്നേ? കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4, അതായത് കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്ന് എന്താ പറഞ്ഞേക്കണേ? കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഹെൻസ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ഓൾ നാച്ചുറൽ നമ്പർ n ഈസ് ആൻ എലമെൻറ്റ് ഓഫ് n. അപ്പോൾ ഇതേ മോഡൽ തന്നെയാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2q പ്ലസ് 2 റേസ് ടു n ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 റേസ് ടു n മൈനസ് 1. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇത് ട്രൂ ആണ് ഓൾ നാച്ചുറൽ നമ്പറിൽ, അല്ലേ? ഓൾ നാച്ചുറൽ നമ്പറിൽ ഇത് ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? സ്റ്റേറ്റ്മെൻറ്റിന് പി ഓഫ് n എന്ന് പേര് കൊടുക്കുക. അപ്പോൾ പി ഓഫ് n ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 2 റേസ് ടു n ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 റേസ് ടു n മൈനസ് 1. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ലെറ്റ് n ഈക്വൽ ടു 1, എന്നിന് 1 കൊടുക്കുക. n ഈക്വൽ ടു 1, അതായത് 2 റേസ് ടു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 റേസ് ടു 1 മൈനസ് 1, അതായത് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്താ 2 മൈനസ് 1 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്താണ്? വിച്ച് ഈസ് ട്രൂ, പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് എഴുതി. പി ഓഫ് 1 ഈസ് ട്രൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ലെറ്റ് us assume that n ഈക്വൽ ടു k. k നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ പി ഓഫ് k എന്നെടുത്തു. ദിസ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 2 റേസ് ടു k ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 റേസ് ടു k മൈനസ് 1. ഓക്കെ, ഇതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട സ്റ്റെപ്പ്. ഇനി ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? k അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് പിന്നീട് പ്രൂവ് ചെയ്യണം. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി ഷാൽ പ്രൂവ് ദാറ്റ് പി ഓഫ് n ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k പ്ലസ് 1. അപ്പോൾ പി ഓഫ് k പ്ലസ് 1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 2 റേസ് ടു k പ്ലസ് 2 റേസ് ടു k പ്ലസ് 1 പ്ലസ് ഇട്ടിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നു, അല്ലേ? അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ സ്റ്റെപ്പിൻ്റെ വാല്യൂ ആണ് ദാ ഇത്. അപ്പോൾ 2 ഇൻറ്റു 2 റേസ് ടു k മൈനസ് 1. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. എന്താ കിട്ടേണ്ടത്? 2 ഇൻറ്റു 2 റേസ് ടു k പ്ലസ് 1 മൈനസ് 1. ഇതാണ് നമുക്ക് ഫൈനൽ ആൻസർ വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്താ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് 2 റേസ് ടു k പ്ലസ് 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പം ഞാൻ എന്ത് ചെയ്യുകയാണ്? 2 ഇൻറ്റു 2 റേസ് ടു k മൈനസ് 1 പ്ലസ് 2 റേസ് ടു k ഇൻറ്റു 2 എന്ന് കൊടുത്തു. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ഇവിടെ എന്താ ചെയ്തേക്കണേ? 2 റേസ് ടു k പ്ലസ് 1നെ 2 റേസ് ടു k ഇൻറ്റു 2 റേസ് ടു 1 എന്ന് എഴുതി. അപ്പോൾ ഇതേ ടേം, രണ്ട് ടേം ഉള്ളൂ. ഇതൊരു ടേം, ഇതൊരു ടേം. ഈ ടേമിൽ 2 ഉണ്ട്, ഈ ടേമിലും 2 ഉണ്ട്. ആ 2വിനെ ഞാൻ കോമൺ ആയിട്ട് ഔട്ട് സൈഡിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ 2 റേസ് ടു k മൈനസ് 1 പ്ലസ് 2 റേസ് ടു k വന്നു. ഓക്കെ, അപ്പോൾ രണ്ട് പ്രാവശ്യം 2 ടൈംസ് 2 റേസ് ടു k വന്നു. അപ്പോൾ 2 ഇൻറ്റു ഞാൻ എന്ത് ചെയ്യുന്നു? കണ്ടോ, 2 റേസ് ടു k, 2 ഇൻറ്റു 2 റേസ് ടു k. 2 റേസ് ടു k ഒരു പ്രാവശ്യം, 2 റേസ് ടു k 2 ടൈംസ്. ഇപ്പോൾ 2 ടൈംസ് 2 റേസ് ടു k മൈനസ് 1, അതായത് 2 ഇൻറ്റു 2 റേസ് ടു, കണ്ടോ ഇവിടെ 1 ആണെങ്കിൽ k പ്ലസ് 1 മൈനസ് 1 അണ്ടർലൈൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ കിട്ടേണ്ട ആൻസർ നോക്കൂ, സെയിം ആൻസറായി.
അപ്പോൾ നമുക്ക് എഴുതാം ഹെൻസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഈസ് പ്രൂവ്ഡ് ബൈ ഓൾ നാച്ചുറൽ നമ്പർ n ഈസ് ആൻ എലമെൻറ്റ് ഓഫ് n എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം n ഈസ് ആൻ എലമെൻറ്റ് ഓഫ് n. ഓക്കെ, അപ്പോൾ ഇതാണ് സമ്മിൻ്റെ ടൈപ്പിലുള്ള പ്രോബ്ലം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ഒരു ടേം എക്സ്ട്രാ ആഡ് ചെയ്യണം. അതായത് ഇവിടെ കെ ആണെങ്കിൽ എവിടെയൊക്കെ കെ ഉണ്ടോ അവിടെയൊക്കെ k+1 കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിലും എന്ത് ചെയ്യണം, കെയുടെ സ്ഥാനത്ത് k+1 വരും. ഇതാണ് സമ്മിൻ്റെ പ്രോബ്ലംസ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോബ്ലമാണ് ഈ കാണുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ x⁻n - y⁻n ഈസ് ഡിവിസിബിൾ ബൈ x - y. x - y കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ്മെൻറ്റിന് P of n എന്ന് കൊടുക്കുക, x⁻n - y⁻n. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ചെയ്യുന്നത് ലെറ്റ് n = 1 കൊടുക്കുക. n എവിടെയുണ്ടോ അവിടെ 1 കൊടുക്കുക, P of 1. അപ്പോൾ ഇവിടുന്ന് എന്ത് തോന്നുന്നു, x⁻1 - y⁻1. ദിസ് ഇസ് ഈക്വൽ ടു x - y. അപ്പോൾ ഇത് x - y ആണ്. x - y P of 1 കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് x - y കൊണ്ട് തന്നെ ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇത് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഞാൻ എനിക്ക് എഴുതാം വിച്ച് ഈസ് ട്രൂ, P of 1 ഈസ് ട്രൂ. വിച്ച് ഈസ് ട്രൂ, P of 1 ഈസ് ട്രൂ എന്ന് എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ലെറ്റ് us assume that എന്താ ചെയ്യേണ്ടത്, let us assume that n = k. അപ്പോൾ n = k കൊടുക്കുക. അപ്പോൾ P of k that is equal to x⁻k - y⁻k. This is equal to x - y into p. ഇതാണ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഇതാണ് നമ്മുടെ ലീഡിങ് സ്റ്റെപ്പ്. ഇതാണ് നമുക്ക് പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. എന്താണ്, ലെറ്റ് us assume that കഴിഞ്ഞു. ഉടനെ തന്നെ നമുക്ക് വേണ്ടത് we shall prove that P of n is true for n = k+1. n = k+1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണു, P of k+1 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് x⁻k+1 - y⁻k+1. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇതാണ് വാല്യൂ ഇവിടെ കൊടുക്കേണ്ടത്. ഇതിനെ കൊടുക്കാൻ പറ്റുള്ളൂ. x⁻k - y⁻k ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെ x⁻k into x - y⁻k into y എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ x⁻k ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ അതുപോലെ ഇതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, എക്സിനെ ഔട്ട് സൈഡിൽ എടുക്കുക. എക്സിനെ ഞാൻ ഔട്ട് സൈഡിൽ എടുത്തു. എന്നിട്ട് ഞാൻ ഇത് നോക്കി അങ്ങോട്ട് എഴുതാണ്. എക്സ് ഔട്ട് സൈഡിൽ വന്നു, x⁻k - y⁻k എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കാം. x into x⁻k കറക്റ്റാണ്. x into x⁻k. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ x into y⁻k ഇവിടെ ഇല്ല അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സാധനം ഞാൻ ഇവിടെ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാം. ഇതിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യാം, -x into y⁻k + x into y⁻k ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യേണ്ടത് മനസ്സിലായത്. ഞാൻ ഇവിടെ നിന്ന് എക്സിനെ ഔട്ട് സൈഡിൽ എടുത്തു. എന്നിട്ട് നേരെ തന്നെ ഇവനെ അങ്ങോട്ട് കൊടുത്തു. കണ്ടോ, ഒരു വിഷമവും ഇല്ല. ഇതിനെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ, x into x⁻k ഇവിടെ ഉണ്ട്. ഇതിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ, -xy y⁻k ഇല്ലെങ്കിൽ ഞാനത് എന്ത് ചെയ്തു, ആഡ് ചെയ്ത് ചേർത്തു, -x into y⁻k. അപ്പോൾ ഇതുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുമാണ് എക്സ് പുറത്ത് വന്നേ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൽ നിന്നും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്താണ്, അവിടെ എക്സ്ട്രാ ആയിട്ട് വന്നേക്കാണ്. ഞാൻ അതിനെ പുറത്ത് എഴുതാതെ ആദ്യം എന്ത് ചെയ്തു, +x into y⁻k - y into y⁻k. അപ്പോൾ അതാ ഇത് രണ്ട് പേരും കൂടിയാണ് ഞാൻ എന്ത് ചെയ്തേ, അത് ഔട്ട് സൈഡിലെടുത്ത് ഈ രണ്ട് പേരെയും ഞാൻ അവിടെ എഴുതി വെച്ചു. ഇനി ദിസ് ഇസ് ഈക്വൽ ടു x into ഈ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് x - y into p പ്ലസ് ഇവിടുന്ന് കോമൺ ആയിട്ടുള്ള y⁻k ഔട്ട് സൈഡിൽ എടുത്താൽ എക്സ് കണ്ടോ, ഇതിൽ നിന്നും y⁻k വന്നു, പുറത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെയുള്ള ബാലൻസ് എക്സും ബാലൻസ് വൈയും വന്നു. ഇപ്പോൾ ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്, x - y ആണ്. കോമൺ ആയിട്ട് ഔട്ട് സൈഡിൽ വന്നു. അപ്പോൾ xp + y⁻k എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് എന്ത് ടേം ആണെങ്കിലും x - y കൊണ്ട് മൾട്ടിപ്പിളാണ്. x - yയുടെ മൾട്ടിപ്പിളാണിത് അല്ലേ. ഇപ്പം നമുക്കറിയാം 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിളാണ് ഈ വരുന്ന എക്സ്. അതേപോലെ 10y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്, 10ൻ്റെ മൾട്ടിപ്പിളാണ് y. അതുപോലെ x - yയുടെ മൾട്ടിപ്പിളാണ് ഇത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഡിവിസിബിൾ അല്ലേ. നോക്കിയാൽ ഡിവിസിബിൾ ബൈ, അപ്പോൾ ഇതിനെ ഡിവിഷൻ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ നോക്കി ഇതിൻ്റെ 4x എന്ന് പറഞ്ഞു. 4x ഉണ്ടെങ്കിൽ ഈ നമ്പർ കൊണ്ട് 4 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റും.
കട്ട് ചെയ്ത് പോകും നമുക്ക് കോമൺ ആയിട്ട്. അപ്പോൾ റിമൈനിങ് ഇത് വരും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിനെ ഇത് മൾട്ടിപ്പിൾ ആയിട്ട് കിടക്കുന്നത് കാരണം ഇതെന്താണ്, x-y ഡിവിസിബിൾ ആണ്, x-y കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ സാധിക്കും എന്ന് പറയാം. ഹെൻസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഈസ് പ്രൂവ്ഡ് ബൈ ഓൾ നാച്ചുറൽ നമ്പർ n ഈസ് ആൻ എലമെൻറ്റ് ഓഫ് n എന്നെഴുതി കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആ പ്രൊസീജിയേഴ്സ്, ആ ഫോർമാറ്റ് മുഴുവൻ മാർക്കും കിട്ടും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് P(n) എന്ന് കൊടുക്കുക, ലെറ്റ് n = 1 കൊടുക്കുക, പിന്നെ ലെറ്റ് n = k കൊടുക്കുക. അത് കഴിഞ്ഞ് വി ഷാൽ പ്രൂവ് ദാറ്റ് P(n) ഈസ് ട്രൂ ഫോർ n = k+1. അത് കഴിഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യുക. ഹെൻസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഈസ് പ്രൂവ്ഡ് ബൈ ഓൾ നാച്ചുറൽ നമ്പർ n ഈസ് ആൻ എലമെൻറ്റ് ഓഫ് n. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം, ഇനീക്വാളിറ്റിയുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം പിന്നെയും എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മൾട്ടിപ്ലിക്കേഷൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ, അഡീഷൻ്റെ മാത്രമായിട്ട് വേറെ ക്വസ്റ്റ്യൻസ് കൊണ്ട് വേറെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം കൂടി ഒരെണ്ണത്തിൽ കൊണ്ടുവന്നതാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, പ്രൂവ് ദാറ്റ് 1² 2² പ്ലസ് എക്സെട്ര പ്ലസ് n² ഗ്രേറ്റർ ദാൻ n³ ബൈ 3 n ഈസ് ആൻ എലമെൻറ്റ് ഓഫ് n. അപ്പോൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റിന് P(n) എന്ന് നെയിം ചെയ്തു. 1² plus 2² plus etc plus n² greater than n³ by 3. ഇനി let us assume that n = 1. അപ്പോൾ 1 greater than 1 by 3 കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. എന്നുള്ള ദിക്കിൽ ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 1 greater than 1 by 3 which is true, P(n) is true. ഇനി let us assume that n = k. n-ന് k കൊടുക്കുകയാണ്. 1² plus 2² plus etc plus k² greater than k³ by 3. ഓക്കെ, k³ by 3 എന്ന് കിട്ടി. ഇനി we shall prove that P(n) is true for n = k+1. അപ്പോൾ അടുത്തത് P(k+1) പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. 1² plus 2² plus etc plus k+1ൻ്റെ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ, നമുക്കിത് കഴിഞ്ഞ k³ plus 3 പ്ലസ് k+1ൻ്റെ സ്ക്വയർ. കാരണം ഇനീക്വേഷനാണ്. ഇനീക്വേഷന് ഇവിടം വരെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്തു. അപ്പോൾ ഈ ഭാഗമാണ് k+1 ചെയ്താലും നമുക്ക് വലുത് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ഈ പറഞ്ഞത് കാൽക്കുലേഷൻ സിംപ്ലിഫിക്കേഷൻ കഴിയുമ്പോൾ k+1 ഹോൾ ക്യൂബ് വരണം. അപ്പോൾ ഞാനിവിടെ k³ പ്ലസ് ഇവിടെ എന്താ വരുന്നത് 3 × k+1ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 എന്ന് ചെയ്തു. ഈസ് ഗ്രേറ്റർ ദാൻ k³ പ്ലസ് 3 × k² പ്ലസ് 2k+1 ഹോൾ ഡിവിഷൻ 3 ഈസ് ഗ്രേറ്റർ ദാൻ, നമുക്കിവിടെ നിന്ന് എന്താ വന്നേക്കണേ, k³ പ്ലസ് 3k² പ്ലസ് 6k+1 ബൈ 3 വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഗ്രേറ്റർ ദാൻ k³ പ്ലസ് 3k² പ്ലസ് 3k+1 പ്ലസ് 3k എന്ന് എഴുതി. ഹോൾ ഡിവിഷൻ 3 എന്ന് കൊടുത്തു. ഈസ് ഗ്രേറ്റർ ദാൻ, ഇതെന്താ കാരണം, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമുക്കറിയാം, k+1ൻ്റെ ഹോൾ ക്യൂബാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താ, k³ പ്ലസ് 3k² പ്ലസ് 3k+1. അപ്പോൾ ഞാൻ ഇതേപോലെ ഈ 6kയെ 3k പ്ലസ് 3k എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ ഇത്രയും ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ k+1ൻ്റെ ക്യൂബാണ് ബൈ 3 ആണ്. അപ്പോൾ ഇവിടെ ബാലൻസ് ഉള്ള 3k ബൈ 3 എന്നുള്ളതിനെ അവിടെ മാറ്റിയിട്ടു. ഇപ്പം നമുക്കറിയാം ഈ ഭാഗമാണ് ഗ്രേറ്റർ ദാൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുന്നത് എങ്ങനെയാണ്, ഈ ഭാഗം ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ആയിട്ട് കിടക്കുമ്പോൾ എനിക്ക് ഇതിനെ എന്ത് ചെയ്യാം, k+1 ഹോൾ ക്യൂബ് ബൈ 3 എന്ന് എഴുതിയാൽ മതി. ഇതിനെ നമുക്ക് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിനെ എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം. എന്താ കാരണം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ 10 ഗ്രേറ്റർ ദാൻ ആണ് 5. അപ്പോൾ 10 ആണ് ഓൾറെഡി വലുത്, ഇത് 5 ആണ്. ഞാൻ ഇതിനെ 10 ഗ്രേറ്റർ ദാൻ 3 + 2 എന്നൊന്ന് ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ 2 കളഞ്ഞു എന്ന് വിചാരിക്കുക. ഇവിടെ 3 + 2 എന്ന് എഴുതിയിട്ട് 2 ഇവിടെ നിന്ന് കളഞ്ഞു അല്ലേ. 3 + 2 എന്ന് എഴുതിയിട്ട് ഇവിടുന്ന് 2 കളഞ്ഞു കഴിഞ്ഞാലും 10 തന്നെയാണ് ഗ്രേറ്റർ ദാൻ. കാരണം ഒരു ചെറിയ നമ്പറും കൂടി ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇത് തന്നെയാണ് ഗ്രേറ്റർ ദാൻ. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉള്ളൂ, ഇതാണോ വലുതെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ കളഞ്ഞിരിക്കുന്നത്, അപ്പോഴും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ ഹെൻസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഈസ് പ്രൂവ്ഡ് ബൈ ഓൾ നാച്ചുറൽ നമ്പർ n ഈസ് ആൻ എലമെൻറ്റ് ഓഫ് n എന്നെഴുതി കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഇനീക്വാളിറ്റിയുടെ ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തും ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. അത് കാരണം തന്നെ കൂടുതൽ പ്രാവശ്യവും ഇത് ചോദിക്കാറില്ല. അതിനാൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കൽ കുറവാണ്. അപ്പോൾ ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസ്
ചോദിക്കുന്നത് വളരെ കുറവാണ്. എങ്കിലും ഒരു മോഡൽ കാണിച്ചു തന്നിരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണെങ്കിലും ഇത്തരം ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും.